കുവൈറ്റിലെ ഊർജ്ജ കുടിവെള്ള വിതരണ മേഖലകളെ ലക്ഷ്യമിട്ട് ഇറാന്റെ വ്യോമാക്രമണം. രാജ്യത്തെ പ്രധാന പവർ ജനറേഷനും ജലശുദ്ധീകരണത്തിനുമായുള്ള പ്ലാന്റിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ പ്ലാന്റിലെ നിരവധി ജനറേഷൻ യൂണിറ്റുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും തീപിടുത്തം വരെ ഉണ്ടാവുകയും ചെയ്തു. ഇതേ തുടർന്ന് രാജ്യത്ത് അടിയന്തര പ്രതിരോധ പ്ലാനുകൾ സജീവമാക്കിയതായി കുവൈറ്റ് മന്ത്രാലയം അറിയിച്ചു. മേഖലയിൽ യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കെയാണ് കുവൈറ്റിന്റെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്ന് കടുത്ത ആക്രമണമുണ്ടായത്. രാജ്യത്തെ പ്രധാന ഊർജ്ജ ജലശുദ്ധീകരണ പ്ലാന്റാണ് ഇറാൻ ലക്ഷ്യമിട്ടത്. ആക്രമണത്തെ തുടർന്ന് പ്ലാന്റിൽ വൻ തീപിടുത്തമുണ്ടാവുകയും നിരവധി വൈദ്യുതി ഉൽപാദന യൂണിറ്റുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുകയും ചെയ്തു. ആക്രമണം നടന്നയുടൻ തന്നെ കുവൈറ്റ് ജനറൽ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. രാജ്യത്തെ വൈദ്യുതി കുടിവെള്ള വിതരണത്തെ ബാധിക്കാതിരിക്കാൻ മിനിസ്ട്രി ഓഫ് ഇലക്ട്രിസിറ്റി, വാട്ടർ ആൻഡ് റിന്യൂവബിൾ എനർജി അടിയന്തര പ്ലാനുകൾ ഉടനടി സജീവമാക്കിയിട്ടുണ്ട്. ദേശീയ ഇലക്ട്രിസിറ്റി ഗ്രിഡിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സാങ്കേതിക വിദഗ്ധർ 24 മണിക്കൂറും നിരീക്ഷണം ശക്തമാക്കി. കുവൈറ്റിലെ കുടിവെള്ളത്തിന്റെ 90% ജലശുദ്ധീകരണ പ്ലാന്റുകളെ ആശ്രയിച്ചായതിനാൽ ഇത്തരം ആക്രമണങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് രാജ്യം കാണുന്നത്. ഈ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് രാജ്യത്തെ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതിനിടെ കുവൈറ്റിന് നേരെ വന്ന മിസൈലുകളും ഡ്രോണുകളും തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനം വിജയകരമായി തടഞ്ഞതായി കുവൈറ്റ് ജനറൽ സ്റ്റാഫ് അറിയിച്ചു. ഇറാന്റെ ഈ കടന്നുകയറ്റത്തെ കുവൈറ്റ് ശക്തമായി അപലപിച്ചിട്ടുണ്ട്. മേഖലയിലെ മറ്റ് GCC രാജ്യങ്ങളിലും കുവൈറ്റിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ജനം, കുവൈറ്റ്.